ശിവഗീത 11-ാം അധ്യായത്തിലെ ജീവഗത്യാദി നിരൂപണം എന്ന അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ജീവൻ്റെ ഗതിവിഗതികളെക്കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും ഭഗവാൻ ശിവൻ ശ്രീരാമചന്ദ്രന് വിവരിച്ചു കൊടുക്കുന്നത്. ഭഗവാൻ പറയുകയാണ്, ഭക്ഷണത്തിൽ നിന്നാണ് ജീവശക്തി ലഭിക്കുന്നത്. അതായത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ആ ലൈഫ് ഫോഴ്സ് ലഭിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ രോഗം വരികയോ അല്ലെങ്കിൽ വാർദ്ധക്യം വന്നിട്ട് ക്ലേശിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ ജീവശക്തി കുറയും. ജീവശക്തി കുറയാൻ കാരണം നമ്മുടെ വയറ്റിലുള്ള ആ ജഠരാഗ്നി അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഭക്ഷണം ദഹിച്ച് ശരീരത്തോട് ചേരാതെ വരും. അങ്ങനെയുള്ള ഒരവസരത്തിൽ ജീവശക്തി വളരെ കുറഞ്ഞിരിക്കും. അങ്ങനെ കുറഞ്ഞ് അവസാനം വാർദ്ധക്യത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഈ ജീവശക്തിയുടെ പരിപൂർണമായ നാശമുണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന്, ബാഹ്യ ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം വീണുപോകുന്നു. അതായത് ഒരു കായ് പഴുത്ത് പാകമാകുമ്പോൾ അതിൻ്റെ ഞെട്ടിൽ നിന്ന്, അതിൻ്റെ വൃക്ഷത്തിൽ നിന്ന് എങ്ങനെയാണോ താഴേക്ക് പതിക്കുന്നത്, അതേപോലെ സ്ഥൂല ശരീരത്തിൽ നിന്ന് ജീവശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുമ്പോൾ അത് സൂക്ഷ്മ ശരീരം വേർപിരിയുന്നു. ഈ സൂക്ഷ്മ ശരീരത്തെ പ്രധാനമായിട്ടും വേർപിരിയുമ്പോൾ വായുക്കൾ, സൂക്ഷ്മ ശരീരം വായുക്കളിലൂടെയാണ് പ്രയാണം ചെയ്യുന്നത്. ദശവായുക്കൾ എന്ന് പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വായു പ്രാണനാണ്. ദശവായുക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വായു പ്രാണനാണ്. ഈ പ്രാണൻ അയാളുടെ കർമ്മഗതി അനുസരിച്ച് മുകളിലേക്ക്, ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് പോകുന്നു. ചിലപ്പോൾ ജീവൻ പോകുന്നത്, അതായത് ഈ പ്രാണൻ നഷ്ടപ്പെടുന്നത് കണ്ണിലൂടെയായിരിക്കാം, അല്ലെങ്കിൽ പ്രാണൻ നഷ്ടപ്പെടുന്നത് ശിരസിലെ ബ്രഹ്മരന്ധ്രം വഴിയായിരിക്കാം. ഇങ്ങനെയുള്ള യാത്രയിൽ, അതായത് സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന, അല്ലെങ്കിൽ പ്രാണൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് മേൽഗതി പ്രാപിക്കുകയും ആ മേൽഗതിയിലൂടെ കണ്ണിലൂടെ പോവുകയോ അല്ലെങ്കിൽ ശിരസിലെ ബ്രഹ്മരന്ധ്രം വഴി പുറത്തേക്ക് പോവുകയോ ചെയ്യും. ഇങ്ങനെയുള്ള ഗതി നിയന്ത്രിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ കർമ്മഫലങ്ങളാണ്. സത്കർമ്മങ്ങളും നല്ല കർമ്മങ്ങളും ചെയ്ത് നിഷ്കാമമായി കർമ്മം ചെയ്താൽ അയാൾക്ക് സാക്ഷാത്കാരം ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ പ്രാണൻ ബ്രഹ്മരന്ധ്രം വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ബ്രഹ്മരന്ധ്രം വഴി മുകളിലേക്ക് പോയിട്ട് ആ പ്രാണൻ പരമാത്മാവുമായി ലയിക്കുന്നു. അതായത് ജീവാത്മ പരമാത്മ ലയനം നടക്കുന്നു. അതോടെ അയാൾക്ക് പിന്നീട് വീണ്ടും ജനനം ഉണ്ടാകുന്നില്ല. അങ്ങനെ ജനന മരണ ചക്രത്തിൽ നിന്ന് അയാൾ പൂർണ്ണമായും ഇല്ലാതായി. അങ്ങനെ ജനന മരണ ചക്രങ്ങൾ അവസാനിച്ച് അയാൾ സാക്ഷാൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ പലരും കർമ്മങ്ങൾ, നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഫലം അനുഭവിക്കുമ്പോൾ ഈ പ്രാണൻ്റെ ഗതി വേറെ പല സ്ഥലത്തേക്ക് മരിക്കും. ഇപ്പോൾ സത്പ്രവർത്തികൾ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ പ്രാണൻ ചന്ദ്രലോകത്തിലേക്കായിരിക്കും എത്തിച്ചേരുക. ആദ്യം ചന്ദ്രലോകത്തിൽ എത്തിച്ചേർന്ന് ആ ചന്ദ്രലോകത്തിൽ ചെന്ന് അയാൾ ചെയ്ത കർമ്മത്തിൻ്റെ സത്ഫലങ്ങളെല്ലാം തന്നെ ആസ്വദിച്ച് ജീവിച്ച് അതിനുശേഷം വീണ്ടും ഭക്ഷണ രൂപത്തിലൂടെ
ഭൂമിയിൽ പതിച്ച് ആദ്യം മഴയിലൂടെയാണ് ആദ്യം പഞ്ചഭൂതങ്ങളായിത്തീരുന്നു. ഈ പഞ്ചഭൂതങ്ങൾ മേഘങ്ങളായിത്തീരുന്നു. ആ മേഘങ്ങൾ മഴ വർഷിച്ച് അത് ഭൂമിയിൽ പതിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ അത് ഒരാളുടെ ഉള്ളിൽ ജീവശക്തിയായിട്ട് വീണ്ടും എത്തിച്ചേരുന്നു. പിന്നെ പുനർജന്മം ഉണ്ടാകുന്നു. ഇതാണ് ആ ജീവൻ്റെ ഗതിവിഗതികൾ. അപ്പോൾ ജീവൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ കർമ്മങ്ങളാണ്. ഈ ജന്മത്തിലെ കർമ്മഫലങ്ങൾ എങ്ങനെയുള്ളതാണോ അതനുസരിച്ചായിരിക്കും ഈ പ്രാണൻ്റെ ഗതിവിഗതികൾ. ജീവനും പ്രാണനും ഇവിടെ ഒന്ന് തന്നെയാണ്. ആ പ്രാണൻ്റെ ഗതിവിഗതികൾ, ആ പ്രാണൻ ചന്ദ്രലോകത്തിൽ ചെന്നിട്ടാണ് സാധാരണ അവിടുത്തെ സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ച് താഴേക്ക് വരുന്നത്. ചിലപ്പോൾ ദുഷ്പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നവർ നരകത്തിൽ പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ വേദനകളും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ചതിന് ശേഷം വീണ്ടും ജനിക്കുന്നു. അത് എന്തായിട്ട് വേണമെങ്കിൽ ജനിക്കാം. മനുഷ്യനായിട്ട് തന്നെ ജനിക്കണമെന്നില്ല. ചിലപ്പോൾ ജീവനുള്ള വസ്തുക്കളായിട്ട് ജനിക്കാം, അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളായിട്ട് ജനിക്കാം. അപ്പോൾ ഇതെല്ലാം പ്രാണൻ്റെ ഗതിവിഗതികളെ, അതായത് ജീവൻ്റെ ഗതിവിഗതികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം വേർപെടുമ്പോൾ പ്രാണൻ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നനുസരിച്ചിട്ടിരിക്കും ഒരാളുടെ മോക്ഷവും അതേപോലെ അയാളുടെ പുനർജന്മവും എല്ലാം തന്നെ. അതുകൊണ്ട് നമുക്ക് പ്രാണൻ എന്താണെന്ന് കൂടി നമുക്ക് ആദ്യം നോക്കാം. ശരീരത്തെ നിലനിർത്തുന്ന ചൈതന്യമാണ് പ്രാണൻ. ശരീരത്തിലെ വൃത്തിഭേദവും സ്ഥാനഭേദവും അടിസ്ഥാനമാക്കി പ്രാണനെ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നിങ്ങനെ 5ആയി തിരിക്കുന്നു. ഇത് അഥർവവേദത്തിൽ പ്രാണനെ ദേവതയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഋഗ്വേദത്തിലെ ഋഷിമാരെല്ലാം പ്രാണനാണെന്ന് ഐതിരേയ ആരണ്യകത്തിൽ പറയുന്നുണ്ട്. ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് പ്രാണൻ ഉള്ളതിനാലാണ്. ആ പ്രാണനെ വിശ്വത്തിൻ്റെ മിത്രൻ, അതായത് വിശ്വാമിത്രൻ എന്ന് വിളിക്കുന്നു. പ്രാണൻ തന്നെയാണ് അഗ്നി. പ്രാണോ വ അഗ്നി എന്ന് ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നുണ്ട്. ശരീരാവയവങ്ങളുടെ രസമെന്നും ബൃഹദാരണ്യ ഉപനിഷത്തിൽ പ്രാണനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നെ പ്രാണനുള്ളത് കൊണ്ടാണ് എല്ലാ അംഗങ്ങളും ചലിക്കുന്നത്. ഈ പ്രാണനെ രസമെന്നും വിളിക്കുന്നുണ്ട്. ആത്മാവ് തന്നെയാണ് രസം എന്ന് പറയുന്നത്. ഗോപത ബ്രാഹ്മണത്തിലും ജൈമിനീയോപനിഷത്തിലും ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുപോലെ ഛന്ദോഗോപനിഷത്ത് മുതലായ ഉപനിഷത്തുകളിലും ഈ പ്രാണനെക്കുറിച്ച് വിശദമായ ചർച്ച ചെയ്യുന്നുണ്ട്. ജീവനെ ശരീരത്തിൽ നിലനിർത്തുന്ന ഊർജമാണ് പ്രാണൻ. ഈ പ്രാണനെ വേണ്ട പോലെ നിയന്ത്രിച്ചാൽ, അതായത് താളാത്മകമായി ശ്വാസോച്ഛ്വാസം ചെയ്താൽ ജീവശക്തിയുടെ നിയന്ത്രണത്തിലൂടെ നമുക്ക് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രാണൻ്റെ സഞ്ചാരഗതികളെ വേണ്ട പോലെ നിയന്ത്രിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്താൽ, അതിൻ്റെ താളക്രമം അനുസരിച്ച് ശ്വസിച്ചാൽ ജീവൻ്റെ ഈ പ്രാണൻ എന്ന് പറയുന്ന ഈ ജീവൻ ഒരാളിൽ ശക്തമായി തീരുകയും അയാൾക്ക് ലോകത്തെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടുകയും ചെയ്യുന്നു എന്നാണ് സ്വാമി വിവേകാനന്ദൻ ഈ പ്രാണശക്തിയെക്കുറിച്ച് പറയുന്നത്. അത്രയ്ക്ക് ശക്തമാണ് പ്രാണൻ. പ്രാണൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ചാൽ, അതായത് പ്രാണശക്തിയെ വേണ്ട പോലെ നിരോധിക്കുക, പ്രാണായാമം
വേണ്ട പോലെ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കാനുള്ള ശക്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. പ്രാണായാമത്തെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രേചകം, പൂരകം, കുംഭകം എന്നീ 3 വിധത്തിലാണ് പ്രാണായാമം ഉള്ളത്. ഭസ്മാസനത്തിലിരുന്നു കൊണ്ട് സാധാരണ നിലയിൽ 2 തവണ ശ്വാസോച്ഛ്വാസം ചെയ്ത ശേഷം ഉള്ളിലുള്ള ശ്വാസവായുവിനെ പൂർണ്ണമായും പുറത്തു വിടുക. തുടർന്ന് വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് വലത്തെ നാസദ്വാരം അടച്ച് ഇടത്തെ നാസാദ്വാരത്തിൽ കൂടി 16 മാത്ര കൊണ്ട് വായുവിനെ ഉള്ളിലേക്കെടുക്കുക. തുടർന്ന് പെരുവിരലും തള്ളവിരലും കൊണ്ട് നാസാദ്വാരത്തിൽ 2 അടച്ച് പൂട്ടിയിട്ട് 64 മാത്ര നേരം വായുവിനെ ഉള്ളിൽ നിർത്തുക. പിന്നീട് തള്ളവിരൽ മാറ്റി വലത്തെ നാസാദ്വാരത്തിലൂടെ 32 മാത്ര കൊണ്ട് സാവധാനത്തിൽ ശ്വാസം പുറത്തുവിടാം. തുടർന്ന് വലത് നാസാദ്വാരങ്ങളുടെ ശ്വാസം എടുത്തുകൊണ്ട് ഈ പ്രക്രിയ ആവർത്തിക്കാം. ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നത് പൂരകം എന്നും ഉള്ളിൽ നിർത്തുന്നത് കുംഭകമെന്നും ശ്വാസം പുറത്തേക്ക് വിടുന്നതിനെ രേചകമെന്നും വിളിക്കുന്നു. രേചകം നടത്തുന്ന ദ്വാരത്തിൽ കൂടി വേണം പൂരകം നിർവഹിക്കേണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 10 തവണയോ അതിൽ കൂടുതലോ പ്രാവശ്യം പ്രാണായാമം ഒരേ ഇരിപ്പിൽ ചെയ്യാവുന്നതാണ് എന്നൊക്കെയാണ് യോഗശാസ്ത്രത്തിൽ വിവരിക്കുന്നത്. പ്രാണായാമം ശരിക്കും ഗുരുവിൻ്റെ കീഴിൽ മാത്രമേ അഭ്യസിക്കാവൂ. കാരണം അതിൻ്റെ മാത്ര നിയമം തെറ്റിച്ചാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഗുരു നിർദ്ദേശത്താൽ മാത്രമേ പ്രാണായാമം അഭ്യസിക്കാവൂ. ലഘുപ്രാണായാമം തുടങ്ങിയ ഏറ്റവും മന്ദപ്രാണായാമങ്ങൾ സാധാരണ നമുക്ക് ശീലിക്കാവുന്നതാണ്. മറ്റ് തീവ്രമായ പ്രാണായാമങ്ങളെല്ലാം ഗുരുവിൻ്റെ നേതൃത്വത്തിൽ, ഗുരുവിൻ്റെ സന്നിധിയിൽ ഗുരു പറഞ്ഞു തരുന്നതനുസരിച്ച് വേണം ചെയ്യാൻ. ഇതാണ് ജീവൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് ആദ്യമായി ഭഗവാൻ ശിവൻ ശ്രീരാമചന്ദ്രന് പറഞ്ഞ് കൊടുക്കുന്നത്. ഓം ശിവായ നമഃ.